പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പരിഹാരത്തിന് നടപടി തുടങ്ങി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. പഴയങ്ങാടി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വിജിൻ MLA നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി എരുപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി വരെ ഡിവൈഡർ സ്ഥാപിച്ചു. പഴയങ്ങാടിയിലെയും റെയിൽവേ അണ്ടർപാസേജിലെയും മണിക്കൂറിലധികം ഉണ്ടാകുന്ന വാഹന ഗതാഗത കുരുക്ക് പ്രയാസമുണ്ടാക്കുന്നത് പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പോലീസും RTOയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും വ്യാപാരി വ്യവസായി ഓട്ടോ ബസ് തൊഴിലാളി യൂണിയനുകളുടെയും രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയും യോഗം ചേർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾക്ക് തുടക്കമായത്. ഇതിപ്പോൾ പറഞ്ഞാൽ നമ്മളെ മാട്ടൂന്ന് ഒരു ബസ് പഴയങ്ങാടിക്ക് അരമണിക്കൂറെന്ന് റെഡിൻ ടൈം. മാട്ടൂന്ന് അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഴയങ്ങാടി ബിയൂർ റോഡ് ബ്ലോക്കാണ്. ഈ ബിയൂർ റോഡ് ബ്ലോക്കും കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് കിട്ടൽ കുറവാണ് അധിക ബസ്സുകാർക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അധിക ബസ് എന്ന് പറഞ്ഞാൽ പഴയങ്ങാടി എത്തുമ്പോഴത്തേൽ ഈ നമ്മുടെ പൈനൂരിൻ്റെ വരുന്ന ബസ്സും മുട്ടത്തിന് വരുന്ന ബസ്സെല്ലാം സ്റ്റാൻഡിങ് ആളേക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മിക്ക വർഷം ഇപ്പം തന്നെ മത്സരമോട്ടും മുറി വെക്കലും കുഴപ്പമില്ലാണ്. ഇനി ഈ മാട്ടൂർ ബസ്സും പുതിയങ്ങാടി ബസ്സും ബീച്ച് റോഡ് ബസ്സും നമ്മൾ ഇരുപത്ത് സർക്കിൾ പോയി തിരിച്ച് വരുന്നതാണെങ്കിൽ അവർക്ക് കണ്ണൂരൊക്കെ പോകേണ്ടി വരില്ല. കാരണം വെച്ചാൽ ടൈം ഉണ്ടാവില്ല. മാട്ടൂന്ന് പഴയങ്ങാടിക്ക് അരമണിക്കൂറാണ് കിട്ടുള്ളൂ. ഈ അരമണിക്കൂറിൽ കൂടുതൽ മാട്ടൂന്ന് പഴയങ്ങാടിക്ക് എടുക്കുന്നുണ്ട് ബി റോഡ് ബ്ലോക്ക് കാരണം. അവർക്ക് 20 സർക്കിൾ പോയി തിരിച്ചു വരാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് മിക്കവാറും ഈ സർക്കിളിൽ പോയി തിരിച്ചു വരുന്ന പരിപാടി മിക്കവാറും നടക്കും തോന്നില്ല. അതെ. അപ്പോൾ നമ്മളെ ഈ സൂര്യ ഷോപ്പിൽ നിന്ന് 20 വരിയിലെ ട്രാഫിക് പരിഷ്കാരം ഓക്കെയാണ്. അത് നമുക്ക് നല്ല MRIയിലെ ബ്ലോക്കിൽ ഒഴിവാക്കി കിട്ടും. ഇത് ഓക്കെയാണ്. പക്ഷേ ആദ്യം പറഞ്ഞ പ്രകാരം ഈ ഈ 20 സർക്കിളിൽ പോയിട്ട് ബസ്സിൽ തിരിച്ചു വരണമെന്നില്ല അത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി മുതൽ എരുപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി പാലം വരെ റോഡിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഇവിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ 10 മിനിറ്റ് വരെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാകും. അതിൽ കൂടുതൽ സമയം വേണ്ടവർ പഴയങ്ങാടിയിൽ നിലവിലുള്ള പേ പാർക്കിംഗ് സൗകര്യം ഉപയോഗിക്കണം. കൂടുതൽ ബ്ലോക്ക് ആയിട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഈ ആംബുലൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് വണ്ടി വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ റോഡ് വളരെ വീതിയുള്ളതാണ്. റോഡ് വീതിയുണ്ടെങ്കിലൊക്കെ ഇത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ റോഡ് വീതിയില്ലാത്ത കാരണം ഈ ബ്ലോക്ക് ഇപ്പം ഒരുപാട് അനുഭവമുണ്ടായി. ഒരു മണിക്കൂറിനിടയിൽ ഒരുപാട് ആംബുലൻസ് കടന്നു പോകാൻ വേണ്ടി വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ പോലീസ് പിഴ ചുമത്തും. ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രത്യേക സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ 3 ദിവസം നടപ്പിലാക്കും. പ്രായോഗികമാണെന്ന് കണ്ടാൽ സ്ഥിര സംവിധാനം ഉണ്ടാക്കും. ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ യാത്രക്കാരെ കയറ്റിയതിന് ശേഷം മെയിൻ റോഡിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നത് അപകടവും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ യാത്രക്കാരെ കയറ്റുന്നത് ഒഴിവാക്കും. MRA ഹോട്ടലിലേക്ക് വരുന്ന വാഹനങ്ങൾ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് KSTP റോഡിൽ നിന്നും പ്രവേശിക്കുകയും പെട്രോൾ പമ്പ് റോഡ് വഴി ഇറങ്ങുന്നതിനും സംവിധാനം ഉണ്ടാകും. ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പഴയങ്ങാടി അണ്ടർപാസേജിലും ടൗണിലും പോലീസിന്റെ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും. തിരക്കുള്ള സമയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ലോഡ് ഇറക്കുന്നത് ഒഴിവാക്കും. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പൊതുജനങ്ങളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം ഉണ്ടാകണമെന്നും വിജിൻ MLA അഭ്യർത്ഥിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, പയ്യന്നൂർ DYSP K വിനോദ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനായ വിജേഷ് PV, പൊതുമരാമത്ത് വകുപ്പ് ഓവർസിയർ നീന നാരായണൻ, K പത്മനാഭൻ, MP ഉണ്ണികൃഷ്ണൻ, TV ചന്ദ്രൻ, KV മനോഹരൻ, PV അബ്ദുള്ള, ശ്യാം വിസ്മയ, ഹാരിസ്, PV പത്മനാഭൻ തുടങ്ങിയവർ ഡിവൈഡർ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി ടൗണിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ. കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ
പിന്നെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം, ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.